അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഹമാസ്. ആഗസ്റ്റിൽ നടന്ന ആക്രമണത്തിലാണ് അബു ഉബൈദ കൊല്ലപ്പെട്ടത്. ഗാസ തലവൻ മുഹമ്മദ് സിൻവർ ഉൾപ്പെടെയുള്ളവരുടെ മരണവും ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ നേരത്തെ ഇസ്രായേൽ സേന അവകാശപ്പെട്ടിരുന്നതാണ്. മുഖം മറച്ച് പ്രത്യക്ഷപ്പെട്ടുള്ള വാർത്താ സമ്മേളനങ്ങളിലൂടെ ശ്രദ്ധേയനാണ് അബു ഉബൈദ. ഹുദൈഫ സാമിർ അൽ ഖലൂത്ത് എന്നാണ് ഒബൈദയുടെ യഥാർത്ഥ പേരെന്നും ഹമാസ് ആദ്യമായി വെളിപ്പെടുത്തി. യുദ്ധകാലത്ത് ഹമാസിന്റെ നിർണായക തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും പുറത്തുവിട്ടിരുന്നത് ഒബൈദയായിരുന്നു. കണ്ണുകൾ മാത്രം കാണുന്ന വിധത്തിൽ മുഖം മറച്ച് സൈനിക വേഷത്തിലെത്തി വീഡിയോ പ്രസ്താവനകൾ നൽകിയിരുന്നു. ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന സ്ഥാനമുണ്ടായിരുന്ന ഒബൈദയെ വധിച്ചത് ഇസ്രായേൽ നിർണായക നേട്ടമായി കണക്കാക്കിയിരുന്നു. അബു ഒബൈദയെ കൂടാതെ ഇസ്രായേൽ മറ്റ് 4 കമാൻഡർമാരെ കൊലപ്പെടുത്തിയതുകൂടി ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസ് കമാൻഡറായിരുന്ന മുഹമ്മദ് സിൻവാർ, റഫ ബ്രിഗേഡിന്റെ മേധാവി മുഹമ്മദ് ഷബാന, അൽ ഖസാം ബ്രിഗേഡിലെ മുതിർന്ന നേതാവായ ഹക്കീം അൽ ഇസ, 2ാം കമാൻഡർ റാത്സാദ് എന്നിവരെ ഇസ്രായേൽ വധിച്ചതാണ് സ്ഥിരീകരിച്ചത്. ഹമാസിന്റെ പുതിയ വക്താവാണ് വീഡിയോയിൽ സംസാരിച്ചത്. മുഖം മറച്ചെത്തിയ ഇയാൾ താനും അബു ഉബൈദ എന്ന പേരിൽ അറിയപ്പെടും എന്നാണ് പറഞ്ഞത്. അതേസമയം ഗാസയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്ലോറിഡയിലെ ട്രംപിന്റെ മാർ എ ലാഗോ റിസോർട്ടിലായിരുന്നു കൂടിക്കാഴ്ച. ഗാസ സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് നിർണായക കൂടിക്കാഴ്ച നടന്നത്. നെതന്യാഹുവിനെ പ്രശംസ കൊണ്ട് മൂടിയ ട്രംപ് അദ്ദേഹത്തെ യുദ്ധകാല പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചു. നെതന്യാഹു എന്ന പ്രധാനമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ ഇന്ന് നിലനിൽക്കുമായിരുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. നെതന്യാഹു അസാധാരണമായ ജോലിയാണ് നിർവഹിക്കുന്നതെന്നും ഇസ്രായേലിനെ അപകടകരമായൊരു ഘട്ടത്തിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചുവെന്നും ട്രംപ് പറഞ്ഞു. ശരിയായ പ്രധാനമന്ത്രി ആയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ ഇന്ന് നിലനിൽക്കുമായിരുന്നില്ലെന്നും നെതന്യാഹുവിനെ സാക്ഷിയാക്കി ട്രംപ് കൂട്ടിച്ചേർത്തു. ഗാസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടണമെന്ന് ട്രംപ് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. അതേസമയം ആയുധം താഴെ വയ്ക്കില്ലെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ ഇസുദ്ദീൻ അൽ ഖസാം ബ്രിഗേഡ്സ് ആവർത്തിച്ചു. ഇസ്രായേൽ അധിനിവേശം തുടരുന്നിടത്തോളം കാലം പ്രതിരോധം തുടരുമെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. തങ്ങളുടെ വക്താവായിരുന്ന അബു ഒബൈദ ആഗസ്റ്റ് 30-ന് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും അവർ സ്ഥിരീകരിച്ചു. ഈ വർഷം 5ാം തവണയാണ് ട്രംപും നെതന്യാഹുവും അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്തുന്നത്.